നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറച്ച് ധൃതയുണ്ട്. കറക്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കണം. നേരെ വിഷയത്തിലേക്ക് തന്നെ വരാം. മേഡത്തിന് അറിയേണ്ടത് ഒറ്റ കാര്യമാണ്. ആ 5 കുടുംബങ്ങളുടെ കാര്യത്തിൽ മേഡം പറഞ്ഞ സൊല്യൂഷൻ നടക്കുവോ ഇല്ലേ? നടക്കും. ഒരു ജില്ലയുടെ അധിപ ഇങ്ങനെ നടക്കൂന്ന് വാശി പിടിച്ച എന്നെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് അത് നടത്തിത്തരാതെ വേറെ വഴിയില്ലല്ലോ മേഡം. നോ വേ. ക്രിസ്റ്റീസ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഡയനാസ് കൺവെൻഷൻ സെന്റർ മാർച്ച് 15 ഉദ്ഘാടനം നടത്തിയേ പറ്റൂ. അതിന് എന്ത് കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറാണ്. കറക്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്ത് കോംപ്രമൈസും നടക്കില്ല. മേഡം പറഞ്ഞല്ലോ, 5 കുടുംബങ്ങൾക്കും 5 സെന്റ് വസ്തു വീതം വാങ്ങി അതിൽ ഓരോ വീട് വെച്ച് കൊടുക്കണം. അതിൽ ഓരോരുത്തർക്കും ജോലിയും കൊടുക്കണം. പ്രശ്നം തീർന്നു. പറഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടക്കും. പറഞ്ഞല്ലോ, സമ്മതമാണ്. വെറും വാക്ക് പോരാ, എനിക്ക് റിട്ടൺ എഗ്രിമെന്റ് വേണം. അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് മാഡം. കളക്ടറുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു ഉറപ്പ്. ഞാൻ ഈ ഡീലിന് സമ്മതം മൂളുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നതുകൊണ്ടല്ല എന്നെനിക്കറിയാം. അനധികൃതമായ ഒരുപാട് ഇടപാടുകളിലൂടെ ആ ഭൂമി തരപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്കാവും. ഒന്നെന്തായാലും ചീഞ്ഞു, അത് മറ്റൊന്നിന് വളമായിക്കോട്ടെ. അങ്ങനെ അങ്ങ് കരുതി, അത്രേ ഉള്ളൂ. അപ്പോ ബാക്കി കാര്യങ്ങൾ എങ്ങനാ? മാർട്ടി, അൻവറിനെ വിളിക്കും. ഓർബിറ്റ് കൺസ്ട്രക്ഷൻസിന്റെ പാർട്ട്ണറാണ് അൻവർ. ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റുകളും അൻവറാ നോക്കുന്നത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 വീടുകളെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പ്രൊജക്ടുകളുടെ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന പോലെ ഉള്ളൂ. എങ്കിലും അൻവറിനെ തന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. അൻവർ, മാഡത്തിന് അതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. 5 വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന പ്ലാനാണിത്. 5 സെന്റിൽ കുറയാതെ ഉണ്ട്. നോക്കട്ടെ. ഇതാ, ഈ ഒരു മാതൃകയിലാണ് നമ്മൾ വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. 2 ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് ഹാൾ, ടോയ്ലറ്റ്. ഓക്കെയാണ്. ബട്ട് ഓർബിറ്റ് കൺസ്ട്രക്ഷൻസിന് എന്നത്തേക്ക് ഈ പണി പൂർത്തിയാക്കാൻ പറ്റും? എന്തായാലും ഒരു 1 മന്ത് വേണ്ടി വരും, അല്ലേ അൻവർ? അതെ, അറൌണ്ട് 30 ഡേയ്സ് വേണം. നോ, 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ദിവസം കഴിഞ്ഞു പോകും. അൻവർ സാധാരണ ചെയ്യാറുള്ള പ്രോജക്റ്റുകളുടെ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന അത്രയും സിമ്പിൾ ആണെന്നാണ് ക്രിസ്റ്റി പറഞ്ഞത്. അപ്പൊ പിന്നെ ദിവസങ്ങളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം. പ്ലീസ് അൻവർ. ഒരു 20 ഡേയ്സ് എടുക്കും മാഡം. ദിവസങ്ങളുടെ കണക്ക് വേണ്ട, കൃത്യമായൊരു ഡേറ്റ്. അതിൽ പാല് കാച്ച് നടക്കണം. പറ്റും? എന്നത്തേക്കാ മാഡം ഉദ്ദേശിക്കുന്നത്? മാർച്ച് 15. ക്രിസ്റ്റീസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡയന കൺവെൻഷൻ സെന്റർ. ഇതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്ന അതേ ദിവസം ഈ 5 വീടുകളുടെയും പാല് കാച്ച് നടന്നിരിക്കണം. നോ മോർ ഡിസ്കഷൻസ്. സമ്മതമാണോ അല്ലയോ? ഇപ്പൊ പറയണം. സമ്മതമാണ്. എങ്കിൽ എഗ്രിമെന്റ് തയ്യാറാക്കിക്കോളൂ. കാത്തു നിൽക്കാതെ തന്നെ പണിയും തുടങ്ങാം. ഞാൻ ഇറങ്ങുന്നു. ഇത് ഞങ്ങളുടെ ഗതികേടാണെന്ന് കരുതണ്ട. ചിലയിടത്ത് തോറ്റുകൊടുക്കും. അത് തോൽവിയിൽ നിന്നും കിട്ടുന്ന ലാഭം മുന്നിൽ കണ്ടിട്ട. ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങുന്നു. എന്താടോ, താൻ പോണില്ലേ? കറക്റ്റാണ്, പോണം. പോയല്ലേ പറ്റൂ. ഓഫീസ് ടൈമാ. അപ്പൊ വൈകിട്ട് കാണാം. ക്രിസ്റ്റി, വരുന്ന മാർച്ച് 15-ന്
നമ്മുടെ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടക്കുമ്പോഴും ആ വീടിന്റെ പാലുകാച്ചി നടക്കുമ്പോഴും കളക്ടർ കസേരയിൽ സുന്ദരി ഉണ്ടാവരുത്. അഥവാ അവൾ അവിടെ ഉണ്ടായ അന്നത്തെ ദിവസം അവള് മറക്കരുത്. മാസ്റ്ററെ, ഈ ആദ്യം എന്നെ തോപ്പിക്കുന്നു. മഴ കളി പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ. പിന്നെ ഒരു ഗെയിമൊക്കെ ആവുമ്പോ അതിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ആദി. താങ്ക് യു മാസ്റ്റർ. മാസ്റ്റർ എന്നെയല്ല കളി പഠിപ്പിച്ചത്, പിന്നെ എങ്ങനെ ആദ്യം ജയിക്കുന്നത്? എന്നെ കൊച്ചിന് മുതലേ എന്റെ അച്ഛനെ ഞാൻ ചെസ് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാ ഞാൻ ജയിച്ചേ. മാസ്റ്ററെ, മാസ്റ്റർ ആദ്യമായിട്ടൊന്ന് കളിച്ചേ, എന്നിട്ട് ആദ്യം തോപ്പിച്ചേ. ഏയ്, അതൊന്നും വേണ്ട ഡിയ. മോള് തന്നെ കളിച്ച് കളിച്ച് പ്രാക്ടീസ് ചെയ്യും. അല്ല, മാസ്റ്റർ കളിച്ചേ പറ്റൂ. ആദ്യം എന്നെ തോൽപ്പിച്ചതാ, അവൻ നോക്കുന്ന എനിക്ക് കാണണം. ഏയ്, അത് വേണ്ട മോളെ. വേണം മാസ്റ്റർ, എനിക്ക് ഏയ്, വാ. ശ്ശേ. നമുക്ക് കളിക്കാം മാസ്റ്ററെ. എനിക്ക് തോറ്റാലും കുഴപ്പമില്ല. തോൽക്കരുത്, മാസ്റ്ററിനെ തോൽപ്പിക്കണം. കളിക്കാം. മാസ്റ്ററെ, ചെക്ക്. വെരി ഗുഡ് ആദി, കീപ് ഇറ്റ് അപ്പ്. നോക്കി നിൽക്കാതെ ഫ്രണ്ടിന് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയൂ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ നിങ്ങൾ കളിക്ക്, ഞാൻ പോയിട്ട് പിന്നെ വരാം. മാസ്റ്ററെ, എനിക്ക് ആദ്യം തോപ്പിക്കണം. എനിക്ക് ആദ്യം തോപ്പിക്കണോന്ന്. അതിനിപ്പോ എന്താ, തോൽപ്പിക്കാമല്ലോ. പുതിയ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം മാസ്റ്റർ പഠിപ്പിച്ചു തരാം മോൾക്ക്. എനിക്ക് ഇന്ന് തന്നെ ആദ്യം തോപ്പിക്കണം. ഏയ് ആദി, പോലെ. അതെ, എന്റെ അച്ഛൻ പഠിപ്പിച്ച മൂവ്മെന്റ് ഉണ്ട് എനിക്ക്. എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. മാസ്റ്ററെ പറഞ്ഞ കേട്ടില്ലേ, അവനെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ലെന്ന്. പക്ഷെ എനിക്ക് ആദ്യം തോപ്പിക്കണം. തോൽപ്പിക്കാമല്ലോ, ഈ ലോകത്തെ എല്ലാരും തോൽപ്പിക്കാൻ മോൾക്ക്. പക്ഷേ ജയിക്കണമെന്നൊരു മനസ്സുണ്ടാവണം, അത് മാത്രം മതി. മനസ്സുണ്ട് മാസ്റ്ററെ, മാസ്റ്റർ പഠിപ്പിച്ചതാ. എനിക്ക് പറ്റിയാൽ ഇന്ന് തന്നെ ആദ്യം തോപ്പിക്കണം. അയ്യോ, ഇന്ന് തന്നെയോ? അതെങ്ങനെയാ മോളെ തോൽപ്പിക്കുന്നത്? പയ്യെ തിന്നാ പനയും തിന്നാന്ന. എനിക്ക് പന തിന്നണ്ട, ആദ്യം തോപ്പിച്ചാ മതി. പതുക്കെ പതുക്കെ ഓരോരോ മൂവ്മെന്റ് ആയിട്ട് പഠിച്ച് പഠിച്ച് അങ്ങനെ പഠിച്ചു വന്ന ഒരു ദിവസം മഴ വേൾഡ് ചാമ്പ്യൻ ആവും. എനിക്ക് ചാമ്പ്യൻ ഒന്നും ആവണ്ട, അതൊക്കെ പിന്നെയല്ലേ. എനിക്ക് ആദ്യം തോൽപ്പിക്കണം. അയ്യോ, ഇന്നിനി സമയം പോയില്ലേ മോളെ. ഇനി കളി പഠിക്കുന്നത് എങ്ങനെയാ? ഇന്നല്ലെങ്കിൽ നാളെ തോപ്പിച്ചാ മതി. മാസ്റ്റർ എന്റെ വീട്ടിലോട്ട് വാ, നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാം. MK മാസ്റ്റർ ഈ സ്കൂളിലെ PT മാസ്റ്റർ. അപ്പൊ മാഷ് കളി പഠിപ്പിക്കേണ്ടത് എവിടെ വെച്ചാ? സ്കൂളിൽ വെച്ചല്ലേ? മോൾക്ക് മാസ്റ്റർ നാളെ നല്ല സ്റ്റൈലും കുറച്ച് മൂവ്മെന്റ്സ് പഠിപ്പിച്ചുതരാം. എന്താ, ഓക്കെ അല്ലേ? മൂളിയാ പോരാ, നല്ല എനർജറ്റിക് ആയിട്ട് ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കേ. അങ്ങനെയല്ല, ഓക്കേ. ഓക്കേ. ഓക്കേടാ.